സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധങ്ങൾ, ആശുപത്രികളിലെ ജോലി ബഹിഷ്കരിച്ചുള്ള ഡോക്ടർമാരുടെ ഉപരോധം, രാഷ്ട്രീയ സംഘടനകൾ തെരുവിലിറങ്ങി പോലീസിനും സർക്കാരിനും നേരെ കൈ ചൂണ്ടിയ ദിവസം. അതെ, സംസ്ഥാനമൊട്ടാകെ കോളിളക്കം സൃഷ്ടിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതക കേസ്. സന്ദീപ് എന്ന ക്രൂരന്റെ കൈക്കരുത്തിൽ പൊലിഞ്ഞുപോയ ഒരു നിഷ്കളങ്കമായ ജീവൻ. 70-ലധികം സാക്ഷികളെ വിസ്തരിച്ചും 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കി പ്രതിയെ അടപടലം പൂട്ടിക്കൊണ്ടുള്ള കേസന്വേഷണം. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസം വന്നിരിക്കുന്നു. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ കോടതി വിധി പറയും. അപരിചിതരായ ആശുപത്രിയിൽ കണ്ടുമുട്ടിയ 2 പേർ, ഒരാൾ ജീവൻ രക്ഷിക്കാനെത്തിയതും മറ്റേയാൾ ജീവൻ എടുക്കാനും. ശ്വാസകോശത്തിലേറ്റ ആഴത്തിലുള്ള 4 മുറിവുകൾ ഉൾപ്പെടെ 17 മുറിവുകളാണ് വന്ദനയുടെ മരണകാരണം. യാതൊരു മുൻവൈരാഗ്യമോ പ്രകോപനങ്ങളോ ഇല്ലാതെ അയാൾ എന്തിനാണ് ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയത് എന്നതാണ് ഇന്നും ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. കോട്ടയം മുട്ടുചിറയിൽ സ്വദേശി മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏക മകളാണ് വന്ദന. പഠനത്തിൽ മിടുക്കി. മകൾ MBBS തിരഞ്ഞെടുത്തപ്പോൾ അച്ഛനമ്മമാർക്കും നാട്ടുകാർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. നാടിനൊരു ഡോക്ടറെ കിട്ടിയെന്ന സന്തോഷത്തിലായിരുന്നു അവർ. പക്ഷേ ആ ജീവൻ അധികം ആയുസ്സുണ്ടായിരുന്നില്ല. മെഡിക്കൽ പരിശീലനത്തിനായി 2014 വന്ദന കൊല്ലത്തെ അസിസിയ മെഡിക്കൽ കോളേജിൽ ചേർന്നു. അസിസിയിലെ വലിയ ലോകത്ത് തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു വന്ദനാദാസ്. ആരെയും നോവിക്കാതെ തന്റെ പഠന ലോകത്ത് മുഴുകി ജീവിച്ചവൾ. ഫെബ്രുവരിയോടെ വന്ദന തന്റെ പഠനം പൂർത്തിയാക്കി. പരിശീലനകാലം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കഠിനമാണ്. പഠനവും പരിശീലനവും കൊണ്ട് വീർപ്പുമുട്ടുന്ന കാലം. അതിനിടയ്ക്ക് വീട്ടിൽ പോകാനോ അച്ഛനമ്മമാരെ കാണാനോ ഉള്ള അവസരം കുറവായിരുന്നു. പെരിഫറൽ പോസ്റ്റിംഗിന്റെ ഭാഗമായാണ് വന്ദന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെത്തുന്നത്. 2023 മെയ് 10 പതിവ് പോലെ രാവിലെ തന്നെ വന്ദന താലൂക്ക് ആശുപത്രിയിലെത്തി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്റെ ജീവൻ പൊലിഞ്ഞു പോകുമെന്നറിയാതെ തന്റെ ജോലിയിൽ കർമ്മനിരതയായി അവൾ നിന്നു. എന്നാൽ അവളുടെ ജീവൻ എടുക്കാൻ പാകത്തിന് ഭ്രാന്തമായ മനസ്സുമായി അയാൾ ആശുപത്രിക്ക് കിലോമീറ്ററുകൾ അകലെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേര് സന്ദീപ്, നെടുമ്പനം സ്കൂളിലെ അധ്യാപകൻ. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ജോലിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇയാൾ തികഞ്ഞ മദ്യപാനിയായി. പിന്നീട് അയാൾ എങ്ങനെ ഭ്രാന്തമായ മാനസികാവസ്ഥയിലേക്ക് എത്തി? കെട്ടഴിഞ്ഞ ജീവിതമോ ജീവിത സാഹചര്യങ്ങളോ ഒന്നും ചെയ്തു വെച്ച ക്രൂരതയ്ക്ക് ന്യായീകരണമല്ല. സന്തോഷകരമല്ലാത്ത ബാല്യം, നിരാശയിൽ മുങ്ങിയ കുടുംബ പശ്ചാത്തലം, സ്ഥിരമായുള്ള മദ്യപാനം, ക്രിമിനലുകളുമായുള്ള സഹവാസം, ഇതൊക്കെയായിരുന്നു സന്ദീപിന്റെ പശ്ചാത്തലം. വിലങ്ങറ സ്കൂളിലെ അധ്യാപകനായിരുന്നു സന്ദീപ്. സംരക്ഷിത അധ്യാപകനായിട്ടാണ് നെടുമ്പനം സ്കൂളിലെത്തുന്നത്. രാവിലെ അയാൾ മാന്യനാണ്, നല്ല പെരുമാറ്റം. എന്നാൽ സൂര്യൻ അസ്തമിച്ചാൽ സന്ദീപിന് കാല് നിലത്തുറപ്പിക്കാൻ പോലും കഴിയാത്ത മദ്യപാനിയായി മാറും. അറിവ് പകർന്നു കൊടുക്കേണ്ടയാൾ മദ്യപിച്ച് വഴിയിൽ കിടന്നാൽ കുട്ടികൾ എങ്ങനെ മാതൃകയാക്കും? ഉള്ളിലൊരു ക്രിമിനലിനെ ഒളിപ്പിച്ചായിരുന്നു അയാളുടെ നല്ല നടപ്പ്. വന്ദനാദാസ് കൊല്ലപ്പെട്ടതിന്റെ തലേന്ന് രാത്രി മുതൽ അയാളിലെ മാനസിക നില തെറ്റിയ രീതിയിലായിരുന്നു. രാത്രി മുഴുവൻ വീട്ടിലെ പശുവിനെ അഴിച്ചുവിട്ട് സന്ദീപ് രാത്രി മുഴുവനും പലയിടങ്ങളിലും കറങ്ങി നടന്നു. പുലർച്ചെ 2:30 സമീപവാസിയായ ശ്രീകുമാറിന്റെ വീടിന് സമീപമുള്ള റബ്ബർ പുരയിടത്തിലെ വലിയ താഴ്ചയിലേക്ക് അയാൾ എടുത്തു ചാടി. തന്നെ ആരോ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞാണ് അയാൾ ചാടിയത്. വീഴ്ചയിൽ അയാളുടെ കാലിന് സാരമായ പരിക്കേറ്റു. തന്നെ ആരോ കൊല്ലാൻ വരുന്നെന്ന് അയാൾ ഇടയ്ക്കിടെ വിഭ്രാന്തിയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി മുതൽ കൺട്രോൾ റൂം വരെയുള്ള സകല നമ്പറുകളിലും മാറി മാറി വിളിച്ചു. പോലീസുകാരെത്തിയപ്പോൾ സന്ദീപിന്റെ സ്വഭാവ രീതിയിലും മാറ്റം വന്നു തുടങ്ങി. മുറിവേറ്റ കാലുകളുമായി നടക്കാനാവില്ലെന്ന് പറഞ്ഞ് പോലീസുമായി അയാൾ തർക്കത്തിലായി. തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. പുലർച്ചെ 4:30 സന്ദീപിനെയും കൂട്ടി പോലീസുകാർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെത്തി. മുറിവിൽ ഡോക്ടർമാർ മരുന്ന് വെക്കുന്നതുവരെ അയാൾ ശാന്തനായിരുന്നു. എന്നാൽ യാതൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്ന് അയാൾ തൊട്ടടുത്ത് നിന്നയാളെ ആഞ്ഞു ചവിട്ടി. കയ്യിൽ കിട്ടിയ കത്രിക കൊണ്ട് അയാൾ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരനെ കുത്തി പരിക്കേൽപ്പിച്ചു. തുടർന്ന് SIയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ബഹളം കേട്ട് ഓടിയെത്തിയ ഹോംഗാർഡിനെയും ആംബുലൻസ് ഡ്രൈവറെയും അങ്ങനെ തന്റെ മുന്നിൽ വരുന്നവരെയൊക്കെ കത്രിക കൊണ്ട് അയാൾ ആക്രമിച്ചു. അപ്പോഴാണ് ഒന്നും അറിയാതെ ഓടിയെത്തിയ വന്ദന അയാളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയത്. കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ തടയാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. കുത്തുകൊണ്ട് നിലത്ത് വീണ വന്ദനയുടെ മുകളിൽ കയറിയിരുന്ന അയാൾ തന്റെ അരിശം തീരുന്നതുവരെ മൂർച്ചയേറിയ കത്രിക കൊണ്ട് ആഞ്ഞു കുത്തിക്കൊണ്ടേയിരുന്നു. ചുറ്റുമുള്ളവർക്ക് ഈ ക്രൂരകൃത്യം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി പറഞ്ഞയച്ച മകൾ ശവപ്പെട്ടിയിലാക്കി മടക്കിക്കൊടുത്തത് എന്തിന് എന്ന കോടതിയുടെ ചോദ്യമാണ് ഇവിടെ പ്രസക്തമായത്. കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ ആളല്ല വന്ദന. പക്ഷേ രക്ഷിക്കാമായിരുന്ന ഒരു ജീവനാണ് വന്ദനയുടേത്. അതാണ് യാഥാർത്ഥ്യം. 5 മണിക്കാണ് മറ്റ് ആശുപത്രി ജീവനക്കാരുടെ സഹായത്തോടെ വന്ദനയെ കൊട്ടാരക്കര വിജയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നും കിംസ് ആശുപത്രിയിലും എത്തിച്ചു. പിന്നീട് കിംസ് ആശുപത്രി ഡോക്ടർമാരാണ് വന്ദനയുടെ മരണം 8:30 സ്ഥിരീകരിച്ചത്. സന്ദീപ് പുറത്തു വരാതിരിക്കാൻ പോലീസ് അയാളെ മുറിവിലിട്ട് പൂട്ടിയിരുന്നു.
എന്നാൽ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള താലൂക്ക് ആശുപത്രിയിൽ എന്തുകൊണ്ട് വന്ദനയ്ക്ക് പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ല എന്നതാണ് ചോദ്യം. മുറിവിന്റെ ആഴവും പരിക്കുകളുടെ ഗൗരവവും തിരിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥർക്ക് അവളെ രക്ഷിക്കാൻ കഴിയാതെ പോയതെന്ത്? കൊട്ടാരക്കരയിൽ നിന്നും കിംസ് ആശുപത്രിയിലേക്ക് 70 കിലോമീറ്റർ താണ്ടി, അതായത് 1 മണിക്കൂറിന് ശേഷമാണ് വന്ദനയ്ക്ക് ചികിത്സ ലഭിക്കുന്നത്. ഹൗസ് സർജന്മാർക്കൊപ്പം 2 ഡോക്ടേഴ്സും അന്നത്തെ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. എന്നാൽ വന്ദനയെ കൊലപ്പെടുത്തുന്ന സമയത്ത് അവരുടെ അസാന്നിധ്യം ഡോക്ടർമാരുടെ പിഴവായി ചൂണ്ടിക്കാണിച്ച് ആരോഗ്യവകുപ്പ് റിപ്പോർട്ടും തയ്യാറാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ശ്വാസകോശത്തിലേറ്റ ആഴത്തിലുള്ള 4 മുറിവ് ഉൾപ്പെടെ 17 മുറിവുകൾ ഉണ്ടായിരുന്നു. തലയിൽ 3 തവണയാണ് അയാൾ ആഞ്ഞുകുത്തിയത്. 6 തവണ മുതുകിലും കുത്തേറ്റു. മാനസിക വിഭ്രാന്തിയുള്ള ആളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുക്കാത്തത് പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയായി. വന്ദനയുടെ കൊലപാതകം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കി. വന്ദനാദാസ് അയാളുടെ കത്രിക മുനയിൽ പിടയുമ്പോൾ നിസ്സഹായരായി നോക്കി നിന്ന ജീവനക്കാരെ കുറ്റപ്പെടുത്തുകയല്ല. ഒരു ജീവനില്ലാതാകുമ്പോൾ കയ്യും കേട്ട് നോക്കി നിന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സിസ്റ്റമാണ്. ഒരു തെറ്റും ചെയ്യാതെ കൊല്ലപ്പെട്ട മകളെ ആ അച്ഛനമ്മമാരെ ഏൽപ്പിക്കുമ്പോൾ കുറ്റബോധത്തിന്റെ പടുകുഴിയിലായിരുന്നു കേരളം. പിന്നീട് പ്രതിഷേധത്തിന്റെ ചൂടറിയാൻ തുടങ്ങി. ഡോക്ടർമാരും സംഘടനകളും വിദ്യാർത്ഥികളുമൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. സർക്കാരിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും മുൾമുനയിൽ നിർത്തി. സന്ദീപിന്റെ വൈദ്യപരിശോധനയിൽ ആർത്ത് വിളിച്ച് വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ഉൾപ്പെട്ട സമരക്കാർ അയാളെ വളഞ്ഞു. വിവാദങ്ങൾ കത്തിപ്പടർന്നതോടെ സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ഡോക്ടർമാരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചിടാനും കോടതിയിൽ നിന്നും വിമർശനം വന്നു. വന്ദനാദാസ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ആരോഗ്യ വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ചാൽ കണക്കുകൾ വേറെയുമുണ്ട്. പക്ഷേ പ്രതികളായവരിൽ എത്ര പേർ ശിക്ഷിക്കപ്പെടുന്നു എന്നതാണ് ചോദ്യം. സർക്കാർ ഇനിയും കണ്ണടച്ചാൽ ആതുര സേവന മേഖലയിൽ ഇനിയും പ്രശ്നങ്ങൾ ആവർത്തിക്കും. ഇനി അറിയേണ്ടത് ഒന്നു മാത്രം: 3 വർഷങ്ങളുടെ കാത്തിരിപ്പിൽ വന്ദനാദാസിന് നീതി കിട്ടുമോ? കാത്തിരിക്കുകയാണ് ആ നിർണായക വിധിക്കായി.